നമസ്കാരം. ഞാൻ സീന പ്രകാശ്. വില്യൻസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പ് എൻ്റെ ചേച്ചി 2 വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് പിസ്സ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ള വീഡിയോ കാണിക്കാൻ പോവുകയാണ്. നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം. ആദ്യം 1 കിലോ മൈദയാണ് ഞാൻ എടുക്കുന്നത്. 1 കിലോ മൈദയിൽ 10 എണ്ണം ഉണ്ടാക്കാൻ പറ്റും പിസ്സ. ഇതിലേക്ക് 1 കിലോ മൈദ ഇട്ടു പാത്രത്തിലേക്ക്. കുറച്ച് ഉപ്പിടുക. ഈസ്റ്റ് ആദ്യം തന്നെ ഒരു 10 മിനിറ്റ് മുമ്പ് ഇളം ചൂടുവെള്ളത്തിൽ ഈസ്റ്റും 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് വെക്കണം. അതിങ്ങനെ പൊന്തി വരും. ആ വെള്ളമാണ് ആദ്യം തന്നെ ഈ മാവിലേക്ക് ഒഴിക്കേണ്ടത്. ഈസ്റ്റിൻ്റെ വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഇളം ചൂടുവെള്ളം കൂടി കരുതണം. ഇതിലേക്ക് ബാക്കി വെള്ളം പോരാത്തത് ഇളം ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴക്കേണ്ടത്. ഇളം ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ കൈ കൊണ്ട് കുത്തി നോക്കുമ്പോൾ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടിരിക്കണം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മളൊരു നനഞ്ഞ തുണി ഇട്ട് വയ്ക്കണം. അങ്ങനെ 1 മണിക്കൂർ വയ്ക്കുക. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ടൊമാറ്റോ സോസ് ഒരു 5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഓർഗാനോ 3 ടേബിൾ സ്പൂൺ, ക്യാപ്സിക്കം 2 എണ്ണം, ഓണിയൻ 4 എണ്ണം ചെറുതായി എരിഞ്ഞത്, ബട്ടർ ആവശ്യത്തിന്, കോഴിമുട്ട 6 എണ്ണം, ടൊമാറ്റോ 2 എണ്ണം, മുളക് പൊടി 1 സ്പൂൺ, ഉപ്പ് പാകത്തിന്, ചീസ് ആവശ്യത്തിന്, വെളുത്തുള്ളി 3-4 അല്ലി. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഓണിയൻ ഇടുക. കുറച്ച് ഉപ്പിടുക. സബോള നല്ലോണം വാടുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഇത് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഡാർക്ക് ബ്രൗൺ ആയതിനു ശേഷം ഇതിൽ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വാടിക്കോട്ടെ. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തു. 1 സ്പൂൺ മുളക് പൊടി ഇടുന്നു. ഇത് നന്നായിട്ട് ഒന്ന് വാടണ വരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. ഒന്നര സ്പൂണ് ഓർഗാനോ ഇടുന്നു. ഓർഗാനോ കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്നും കൂടി ഒന്ന് വാടിയതിന് ശേഷം അതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. സോസ് ഉണ്ടാക്കണതിൻ്റെ ഭാഗം കഴിഞ്ഞു.
ഇനി അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങിൻ്റെ ഭാഗമാണ് ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത്. ആദ്യം 1 സ്പൂണ് ബട്ടർ ഇട്ടു. അതിനുശേഷം 1 സ്പൂണ് സൺഫ്ലവർ ഓയിൽ അതൊഴിച്ചു. അതിലേക്ക് ഓണിയൻ ചേർക്കുക. ഓണിയൻ ഇട്ടതിന് ശേഷം അതിൽ ഉപ്പിടുക. എന്നിട്ട് അതിന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒന്ന് ഇളം ബ്രൗൺ കളർ ആവണ വരെ വഴറ്റുക. അതിനുശേഷം ക്യാപ്സിക്കം ഇടുക. 2 ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തത്. ക്യാപ്സിക്കം ഒന്ന് വഴണ്ടതിന് ശേഷം അതിൽ 1.5 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. ക്യാപ്സിക്കം ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഒരു 7 കോഴിമുട്ട ചേർത്തു. കോഴിമുട്ട ഇതിലിട്ട് നല്ലോണം അത് ചിക്കി വറുക്കുക. മുട്ട നല്ലോണം ചിക്കി വറുത്തതിന് ശേഷം അതിലേക്ക് ഓർഗാനോ ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ആദ്യം നമ്മൾ സോസിന് വേണ്ടി വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം മിക്സിയിൽ അരച്ചെടുക്കുക. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഈ അരച്ചെടുക്കുമ്പോൾ ഇത്തിരി വെള്ളവും ചേർക്കുക. അരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വരും. അതിനെ പ്ലേറ്റിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 2 സ്പൂണ് ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്യുക. സാധനങ്ങളൊക്കെ റെഡിയായി. ഇനി ബാറ്റർ മാത്രം റെഡിയാക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ആ മാവ് നല്ലോണം പൊന്തിയ മാവിനൊന്നും കൂടി എടുത്ത് കൈകൊണ്ട് നല്ലോണം കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാത്. എന്നിട്ട് അതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. അങ്ങനെ കയ്യിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്ന പാകത്തിൽ. എന്നിട്ട് ദോശക്കല്ല് വയ്ക്കുക. അതിൽ കൈ കൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നല്ലോണം പരത്തി കൊടുക്കുക. എന്നിട്ട് ഒരു അടപ്പ് വെച്ച് അതിനൊന്ന് സിമ്മിലിടണം. ഗ്യാസ് കൂട്ടിയിടാൻ പാടിയ ഫ്ലെയിം. 5 മിനിറ്റ് കഴിഞ്ഞാൽ അതിനൊന്ന് മറിച്ചിടണം. ഗ്യാസ് കൂട്ടി വെക്കരുത്. കുറച്ചിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് ബാറ്റർ നല്ലോണം ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളൊരു എളുപ്പപ്പണി ചെയ്യണത്. അപ്പോൾ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും അതിനെ റോങ് സൈഡാക്കി എടുത്ത് ആദ്യം തന്നെ അതിൽ നമ്മൾ ആ സോസ് ഉണ്ടാക്കി വെച്ചില്ലേ, അത് ആദ്യം തന്നെ അതിൽ പുരട്ടി കൊടുക്കുക.
അതിൻ്റെ മേലെ നമ്മൾ അതിൻ്റെ മേലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഴിമുട്ട മിക്സ് വയ്ക്കുക. കോഴിമുട്ട മിക്സ് വെച്ചത് നമ്മൾ നല്ലോണം അതിൻ്റെ ചുറ്റും നല്ലോണം അത് റൗണ്ടായിട്ട് തന്നെ നല്ലോണം അതിൽ നല്ലോണം വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ ചീസ് ഇടുക. ആവശ്യത്തിനുള്ള ചീസ് ഇട്ടു. ചീസ് ഇട്ടതിന് ശേഷം കുറച്ച് ഓർഗാനോ ഇതിൻ്റെ മേലെ കൂടി ഇടുക. അതിനുശേഷം ടൊമാറ്റോ സോസ് കുറച്ച് മേലെ കൂടെ ഇങ്ങനെ റൗണ്ടായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്, അതും സിമ്മിൽ തന്നെ ഇടാൻ പാടുള്ളൂ, കൂട്ടിയിടാൻ പാടില്ല, കരിയരുത്. അങ്ങനെ നമ്മുടെ പിസ്സ തയ്യാറായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.